സമസ്ത പറയുന്നത് ഹക്കീം ഫൈസി മതരാഷ്ട്രവാദം ഉയർത്തുന്നു എന്നാണ്. ഹക്കീം ഫൈസി മതരാഷ്ട്രവാദം ഉയർത്തുന്നുണ്ടെങ്കിൽ മതരാഷ്ട്രവാദികളായിട്ട് സമസ്ത കാണുന്നത് ജമാഅത്തെ ഇസ്ലാമിയെയാണ്. അപ്പോൾ ഹക്കീം ഫൈസിക്ക് മുന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണോ പ്രവർത്തിക്കുന്നത്? അങ്ങനെ ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട്. പല കാരണങ്ങളാൽ അങ്ങനെ സംശയമുണ്ട്. മുസ്ലിം സംഘടനകൾക്കിടയിൽ CIC എന്ന ഒരു സ്ഥാപനമുണ്ട്. CIC എന്ന് വെച്ചാൽ കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് എന്നാണ്. അതിൻ്റെ പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ. ആരാണ് ജനറൽ സെക്രട്ടറി? ഹക്കീം ഫൈസി അതിശ്ശേരി. CICയുടെ ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി അതിശ്ശേരി എന്നാളാണ്. സംസ്ഥയും CIC തമ്മിൽ നല്ല ബന്ധമായിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് ആ ബന്ധം വഷളായി. CICയുമായി യാതൊരു ബന്ധവും ഇനി മുതൽ ഉണ്ടാകില്ല എന്ന് സമസ്തയുടെ കേന്ദ്ര മുഷാവറ യോഗം തീരുമാനിച്ചു. എന്ന് വെച്ചാൽ സമസ്തയുടെ ഏറ്റവും വലിയ ഉന്നതാധികാര സമിതിയാണ്. ആ സമിതി തീരുമാനിച്ചു ഇനി CICയുമായി യാതൊരു ബന്ധവും വേണ്ട എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പ്രസിഡന്റായ സ്ഥാപനവുമായി സമസ്തയ്ക്ക് യാതൊരു ബന്ധവും വേണ്ട എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. യോഗം പ്രമേയം പാസാക്കുന്നു. അവിടെയും തീർന്നില്ല വിഷയങ്ങൾ, അവിടെയും തീർന്നില്ല. ഹക്കീം ഫൈസി അതിശ്ശേരി എന്ന CICയുടെ ജനറൽ സെക്രട്ടറി സമസ്തയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വരുന്നു. സമസ്തയിൽ ശുദ്ധീകരണം ആവശ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെതിരെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് തന്നെ, സമസ്തയുടെ അധ്യക്ഷന് തന്നെ രംഗത്ത് വരേണ്ടി വന്നു. അദ്ദേഹം നിശിതമായി കളിയാക്കുകയാണ് ചെയ്തത് ഹക്കീം ഫൈസി അതിശ്ശേരിയെ. അത് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നിതാ സമസ്തയുടെ വാർത്താ സമ്മേളനം നടന്നു. ആ വാർത്താ സമ്മേളനത്തിൽ ഹക്കീം ഫൈസി അതിശ്ശേരിക്ക് എതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. ഹക്കീം ഫൈസി അതിശ്ശേരി ജമാഅത്തെ ഇസ്ലാമിയുടെ ആളാണ്, മതരാഷ്ട്രവാദിയാണ് എന്നുവരെ പറഞ്ഞു വെച്ചു സമസ്തയുടെ നേതാക്കൾ. എന്ന് വെച്ചാൽ ഒരു സംശയവും വേണ്ട, മുസ്ലിം ലീഗിൻ്റെ നിലപാട് പൂർണ്ണമായും തള്ളുന്നു സമസ്ത. CICയെ സംരക്ഷിക്കുന്നത് മുസ്ലിം ലീഗാണ്. അതുകൊണ്ടാണല്ലോ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അതിൻ്റെ പ്രസിഡന്റായിരിക്കുന്നത്. അങ്ങനെ CICയെ പൂർണ്ണമായും തള്ളി നേരത്തെ CICക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്ത് വരുന്നു. ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. സമസ്ത പറയുന്നത് ഹക്കീം ഫൈസി മതരാഷ്ട്രവാദം ഉയർത്തുന്നു എന്നാണ്. ഹക്കീം ഫൈസി മതരാഷ്ട്രവാദം ഉയർത്തുന്നുണ്ടെങ്കിൽ മതരാഷ്ട്രവാദികളായിട്ട് സമസ്ത കാണുന്നത് ജമാഅത്തെ ഇസ്ലാമിയെയാണ്. അപ്പോൾ ഹക്കീം ഫൈസിക്ക് മുന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണോ പ്രവർത്തിക്കുന്നത്? അങ്ങനെ ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട്. പല കാരണങ്ങളാൽ അങ്ങനെ സംശയമുണ്ട്. അദ്ദേഹത്തിന്റെ ഉദാഹരണത്തിന്, അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ, ഒരു യൂസുഫ് അസ്ഹരി എന്ന് പറയും, അദ്ദേഹം അവിടെ നിന്ന് ജോലി രാജിവെച്ച് പിന്നെ നേരെ പോയത് ഒരു ജമാഅത്തിന്റെ സ്ഥാപനത്തിലേക്കാണ് അധ്യാപകനായിട്ട് പോയത്. അപ്പൊ ആ ജമാഅത്ത് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാളാണ് എന്നല്ലേ അതിന്റെ അർത്ഥം. മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആള് അദ്ദേഹം ജമാഅത്തിന്റെ പരിപാടിക്ക് പോവാറുണ്ട്. ഇങ്ങനെ പല അനുഭവങ്ങളും നമുക്ക് ഉണ്ട്. അദ്ദേഹം ഇപ്പൊ പറയുന്നത് സമസ്ത ശുദ്ധീകരിക്കണം എന്നാണ്. അതിന് പ്രസിഡന്റ് മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മളതിന് പറയേണ്ട വിവാഹം പോലുള്ള ഒന്നോ പ്രശ്നങ്ങളാണ് സമസ്ത മുന്നോട്ട് വരുന്നത്. ഇതിൽ CICയുടെ പാപങ്ങളായിട്ട് സമസ്തയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടോ? സമസ്ത നേരത്തെ പറഞ്ഞല്ലോ, സമസ്തയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും നിസ്സഹരണമായ ഒരു സമീപനം സ്വീകരിക്കുന്നു. ആശയപരമായി ഞാൻ പറഞ്ഞു, പല വിഷയത്തിലും ആശയപരമായ ഒരു ഒളിച്ചു കടത്തൽ ആണ് അദ്ദേഹത്തിന്റെ ഒരു ശൈലി. ഈ ഒളിച്ചു കടത്തൽ കൃത്യമായി നിർവഹിക്കുന്നു. അതോടൊപ്പം അദ്ദേഹം സമസ്തയെ തകർക്കാൻ ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ നടത്തി എന്നതിന് കൃത്യമായ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ചില ഏറ്റവും അടുത്ത ആളുകളോട് ബഹുമാനപ്പെട്ട എം ഉസ്താദിന്റെ ഒരു പ്രസംഗത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉയർന്ന ഒരു പ്രശ്നമുണ്ട്. സമസ്തയുമായി അല്ലെങ്കിൽ സമസ്തയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ മുൻകൈയെടുത്ത് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. സമസ്തയിൽ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവരുമുണ്ട്, എതിർക്കുന്നവരുമുണ്ട്. അവർ തമ്മിൽ വലിയ തർക്കമാണ്. ആ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ മുൻകൈയെടുത്താണ് ചർച്ച നടക്കുന്നത്. മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലുള്ള ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കണം. സമസ്ത മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കണം. അതാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ആഗ്രഹിക്കുന്നത്. അതിനാണ് ചർച്ച നടക്കുന്നത്. ഇനി എന്തിനാണ് ചർച്ച? ഇങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യമുണ്ടോ എന്നാണ് സമസ്തയുടെ നേതാക്കൾ പറയുന്നത്. ചർച്ചയിൽ ഉയർന്നു വരുന്ന ഒരു കാര്യവും നടപ്പാകുന്നില്ല. അത് വേറെ വഴിക്ക് തന്നെ പോകുന്നു. CICയുടെ വഴിക്ക് പോകുന്നു. CIC നേതാക്കൾ നിരന്തരമായി സംസ്ഥയുടെ നേതാക്കളെ അധിക്ഷേപിക്കുന്നു. അതിന് എല്ലാ സംരക്ഷണവും നൽകുന്നു മുസ്ലിം ലീഗ്. അങ്ങനെയാണെങ്കിൽ ഇനി എന്തിനാണ് മുസ്ലിം ലീഗുമായുള്ള ബന്ധം എന്ന ചർച്ച സംസ്ഥയ്ക്ക് അകത്ത് ഉയർന്നു വന്നിരിക്കുന്നു എന്നർത്ഥം. അതാണ് ഈ വാർത്താ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അതിശ്ശേരിക്കെതിരെ, ഹക്കീം ഫൈസി അതിശ്ശേരിക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു.
കളിയാക്കിക്കൊണ്ടാണ് പറഞ്ഞത്. സമസ്തയെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞ ഹക്കീം ഫൈസി അതിർശ്ശേരിയോട് പറഞ്ഞത് ആ കരാർ പണി താങ്കളെ ഏൽപ്പിക്കുന്നില്ല എന്നാണ്. ഇപ്പോൾ തന്നെ ശുചീകരണമൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട്. അവിടെ കുളിമുറി ശുചീകരിക്കുന്നുണ്ട്, കക്കൂസ് ശുചീകരിക്കുന്നുണ്ട്, പള്ളികളിൽ സമസ്ത സ്ഥാപനങ്ങളിലൊക്കെ മുറികളൊക്കെ ശുചീകരിക്കുന്നുണ്ട്, അതിനൊക്കെ ആളെ വെച്ചിട്ടുണ്ട്. ഇനിയൊരു പുതിയ ആളെ വേണ്ട എന്നാണ് കളിയാക്കുകയാണ്, ട്രോളുകയാണ് ചെയ്തത് ഹക്കീം ഫൈസി അതിർശ്ശേരിയെ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ. ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കുന്നതേ ആദ്യമായിട്ടാണ് എന്നാണ് സമസ്തയുടെ അണികൾ തന്നെ പറയുന്നത്. അത്രമാത്രം രൂക്ഷമായ ഭാഷയിലാണ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഹക്കീം ഫൈസി അതിർശ്ശേരിയെ വിമർശിച്ചത്. എന്ന് വെച്ചാൽ സമസ്തയുടെ ഈ വിമർശനം വന്ന് കൊള്ളുന്നത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളിലാണ് എന്ന് പറയാൻ കാരണം ആ CIC-യുടെ പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. സമസ്തയുടെ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ഇന്ന് പറഞ്ഞത് എന്തിനാണ് ഇങ്ങനെയൊരു ചർച്ച നടക്കുന്നത് എന്നാണ്. എന്നാൽ ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു, ഇതൊക്കെ ചിലപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അറിയുന്നില്ലായിരിക്കും എന്ന്. ഇതെല്ലാം സാദിഖ് അലി ശിഹാബ് തങ്ങൾ അറിയുന്നില്ലായിരിക്കും എന്ന് പറയാൻ അത്രമാത്രം ഇക്കാര്യങ്ങളെക്കുറിച്ച് ഗ്രാഹ്യമില്ലാത്തവരൊന്നുമല്ലല്ലോ സമസ്തയുടെ നേതാക്കൾ, പണ്ഡിതർ. അവർക്ക് കൃത്യമായി അറിയാം ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെയാണ് എന്ന്. ഒരു ഭാഗത്ത് കാസി ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നു, ആ ഫൗണ്ടേഷന്റെ മേധാവിയായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വരുന്നു. പള്ളിയുടെ നിയന്ത്രണങ്ങൾ മുസ്ലിം ലീഗ് നേരിട്ട് ഏറ്റെടുക്കുന്നു. സമസ്തയോടൊപ്പം ഉണ്ടായിരുന്ന CIC കോളേജുകളുടെ നിയന്ത്രണം പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഏറ്റെടുക്കുന്നു. എന്ന് വെച്ചാൽ സമസ്ത അക്കാര്യത്തൊന്ന് ഇടപെടേണ്ട, ഒരു പണ്ഡിത സഭയായി മാറി പോയി നിന്നാൽ മതി, വോട്ട് ചെയ്യാൻ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത്. സമസ്തയുടെ സാമ്പത്തിക അടിത്തറ തന്നെ തകർക്കുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന വിമർശനം സമസ്തയ്ക്കകത്ത് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇനി സമസ്തയും മുസ്ലിം ലീഗും എങ്ങനെ ഒന്നിച്ചു പോകും? അത് രണ്ട് വഴിക്ക് തന്നെയാണ്. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ വഴിക്കും സമസ്തയുടെ വഴിക്കും പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇനിയൊരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് പ്രസക്തി തന്നെ ഇല്ലാതായിരിക്കുന്നു. ഇനി എന്തിന് ഒത്തുതീർപ്പ് ചർച്ച എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് സമസ്തയുടെ പ്രവർത്തകരും നേതാക്കളും. ഏതായാലും സമസ്ത ഒരു ഭാഗത്തും മുസ്ലിം ലീഗ് മറ്റൊരു ഭാഗത്തും തന്നെയാണ്. പിളർപ്പ് പൂർണ്ണമായി എന്ന് വേണമെങ്കിൽ പറയാം. വരും ദിവസങ്ങളിൽ എന്താണ് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്, എങ്ങനെയാണ് ഇത് മുസ്ലിം സമുദായത്തിൽ പ്രതിഫലിക്കുന്നത് എന്ന് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അത് ഏതായാലും വരും ദിവസങ്ങളിൽ വ്യക്തമാവുകയും ചെയ്യും.